ഹലോ കൂട്ടുകാരെ, ഞാൻ ലേഹ റഫീഖിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു അയില മാങ്ങായിട്ട് തേങ്ങയും മുളകും അരച്ച് വെച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഞാനൊരു മാങ്ങ മേടിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 കിലോ അയില മേടിച്ച് നല്ല ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്ത്. അതിനാവശ്യത്തിന് 1 മുറി തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, ഒരു 20ഓളം കൊച്ചുള്ളി, ഉലുവ, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും സാധനം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ അടപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് മൺചട്ടി ഈ അടപ്പിലോട്ട് വെക്കാം. അപ്പോൾ ആദ്യമായി ഞാൻ ഈ അരപ്പ് തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. 1 മുറി തേങ്ങയാണ് നമ്മൾ ഇതിനെടുത്തേക്കണത്. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിനകത്തായിട്ട് തേങ്ങ ഇടാം. നമ്മുടെ മൺചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അതിനായിട്ട് തേങ്ങയുടെ അകത്ത് ഞാനൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഒരു വലിയ സ്പൂണ്, ഫുള്ളൊരു സ്പൂണ് മുളക് പൊടി. അപ്പോൾ നമുക്കിതൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ തേങ്ങയും മുളകും കൂടി ചേച്ചി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. എനിക്ക് എന്ത് കറിക്കും ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ കൂടുതലേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള രീതിയിലുള്ള എണ്ണ. നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ എണ്ണ കുറച്ച് മതിയെങ്കിൽ എണ്ണ അതനുസരിച്ച് എണ്ണ ഒഴിക്കും. ഞാൻ ഇനി ഇതിനകത്തായിട്ട് 2 ഉലുവ ഇട്ട് കൊടുത്ത് ആ ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിനി കറിവേപ്പില, ഉലുവ ഏകദേശം പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിനകത്തോട്ട് ആവശ്യമുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് ഒന്ന് വാടുമ്പോൾ നമുക്കിതേ ഞാനൊരു 20ഓളം ഇഞ്ചി, പിന്നെ 1 കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 20ഓളം കൊച്ചുള്ളി. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചിയും ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ചതച്ചെടുക്കുകയാണ് ഞാൻ. ചെറിയ കല്ലിട്ട് ചതച്ച്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും എന്ത് കറി വെച്ചാലും ഈ ഉള്ളിയൊക്കെ ചതച്ചെടുക്കണതാണ് നല്ലത്. അരിഞ്ഞെടുക്കരുത്. അരിഞ്ഞെടുത്ത് അത്രയും ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് കൊച്ചുള്ളി ഞാൻ ചതച്ചിട്ടുണ്ട്, അത് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഉള്ളി കൂടി നമുക്ക് ചതച്ചെടുക്കാം. അങ്ങനെ ഉണ്ടായ കൊച്ചുള്ളി ബാക്കിയുള്ളതും കൂടി ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തായിട്ട് ഒരു 4 വെളുത്തുള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചതച്ച് നമുക്കിതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അരപ്പിടാം. ഞാൻ ഇതിനകത്ത് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കട മുടക്കാണ്, കടയിൽ പോകുന്നില്ല. വീട്ടിലായതുകൊണ്ട് രാവിലെ കല്യാണം വിളി തുടങ്ങുന്ന മുമ്പായിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ച്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉള്ളത് വെച്ചുള്ള വീഡിയോ ആണ് എടുക്കുന്നത്. ഇന്ന് വീഡിയോ എടുക്കുന്നത് എൻ്റെ മകനാണ്. ഇന്ന് വീഡിയോ എടുക്കുന്നത് അഭിഷേക്. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നല്ലോണം ഒന്ന് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് 1 നുള്ളു മുളക് പൊടി. അത് നമുക്ക് ആ എണ്ണയൊക്കെ തെളിഞ്ഞ കറിക്കൊരു നല്ലൊരു കളർ വരാൻ വേണ്ടി 1 നുള്ളു മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. അതിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ഇതിനകത്തായിട്ട് ഇട്ട് കൊടുക്കാം.
അരപ്പ എണ്ണയുടെ അകത്ത് കിടന്ന് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം. നമ്മൾ എപ്പോൾ എന്ത് വെച്ചാലും നമ്മൾ ചട്ടിയിൽ ഇടുമ്പോൾ തന്നെ നമ്മൾ ക്ഷമയോടുകൂടി നല്ലോണം അത് വയറ്റിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. അന്നേരം ആ കറിക്ക് ആ ഒരു ടേസ്റ്റും ആ കറിക്ക് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുള്ളൂ. ഇതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. കട്ട് ചെയ്തോ. അരപ്പ് നല്ലോണം ഒന്ന് വയറ്റിയിട്ട് നല്ലത് വറ്റി നല്ല ചട്ടിയോട് ചേർന്ന് അരപ്പായിട്ടുണ്ട്. അതേപോലെ നമ്മൾ ശരിക്കും വയറ്റിയതിന് ശേഷമേ നമ്മൾ ചാറ് വെള്ളം ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പച്ചക്കുത്തലും പച്ച ചൊവയൊക്കെ ഉണ്ടാവും. ഒന്നുകൂടി നല്ലോണം ഒന്ന് വയറ്റിയിട്ട് മാങ്ങ അരിഞ്ഞ് വെച്ചതൊക്കെ തീർന്ന് പിള്ളേരൊക്കെ വന്ന് മാങ്ങ നമുക്ക് ഇതിനകത്ത് ഞാനൊരു കഷ്ണം പുളി എടുത്ത് വെച്ച മാങ്ങാക്ക് പുളി കുറവാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയൊക്കെ പിള്ളേരൊക്കെ എടുത്തുകൊണ്ട് തീർത്ത്. അപ്പോൾ ഞാൻ ഒരു കഷ്ണം പുളിയിനകത്ത് ഇടുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അയിലക്കറി. നമുക്കിപ്പോൾ എല്ലാവർക്കും എല്ലാ വീഡിയോയിലും എല്ലാവരും ഇടുന്നൊരു വിഭവമാണ് അയിലക്കറിയൊക്കെ. പക്ഷെ ഞാനത് ഇന്നിപ്പം നമ്മളിട്ടേക്കണ മീൻ കറിയിലൊന്നും നമ്മൾ മാങ്ങായിട്ട് അങ്ങനെ വെച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇന്നിപ്പോൾ പെട്ടെന്ന് എനിക്ക് തിരക്കായതുകൊണ്ടും ജോലിക്ക് പോകാനുള്ള കല്യാണം വിളിക്കാൻ പോകാനുള്ളതും കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഉള്ളത് വെച്ചൊരു വീഡിയോ ഇടണം. അതേപോലെ ഇപ്പോൾ കടയിൽ വീഡിയോ ഇടാത്തത് കടയിൽ കച്ചവടം ഇപ്പോൾ 3-4 ദിവസമായിട്ട് കച്ചവടം ഇല്ല. പിന്നെ അതേപോലെ തന്നെ എനിക്ക് കല്യാണം ആയതുകൊണ്ട് ഞാനൊരു 11 മണിയാകുമ്പോൾ ജോലിയെല്ലാം തീർത്തിട്ട് ഞാൻ വീട്ടിലോട്ട് പോരും. അപ്പോൾ പിള്ളേർ അവന്മാർക്ക് നമ്മുടെ പിള്ളേരാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിന്ന് കടയിൽ ഇപ്പോഴായ പിന്നെ വീഡിയോ ഇടാത്തത്. അപ്പോൾ നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് സാവധാനം ഇനി കടയിലുള്ള വീഡിയോകൾ ഇടാം. എന്നാലും ഇടയ്ക്ക് ചേച്ചി പോകുമ്പോൾ ഇടയ്ക്കിടാം. അപ്പോൾ അതേ നമ്മുടെ അരപ്പൊക്കെ നല്ലോണം വരണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നമുക്കതൊന്ന് കഴുകി ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചാറ് നമുക്ക് ആവശ്യമുള്ളതുപോലെ നമുക്ക് വെള്ളം കൂട്ടാം. നമുക്കിവിടെ അധികം ചാറിൽ നമ്മൾ വെക്കാറില്ല. മീൻകറി എപ്പോഴും കുറുകിയിരിക്കണം. ഈ അരപ്പിരുന്ന പാത്രവും കൂടി കഴുകി ഞാൻ ഈ വെള്ളവും കൂടി അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ ഇടാം. തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കണേന്. മാങ്ങ ഇട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. കാരണം നല്ലോണം വറ്റിയിട്ടുണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ മീനിനകത്തോട്ട് ഇടുകയാണ്. നല്ല ഫ്രഷ് അയില, നല്ല പച്ച അയിലയാണ്. മീനിനൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പം. അപ്പോൾ ഇത് നമ്മൾ മീനിട്ടതിന് ശേഷം നമ്മൾ ചട്ടിയിൽ കറി ഇളക്കരുതും കയ്യിൽ കൊണ്ട്. നമുക്ക് അതൊന്ന് ചിറ്റിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. തിളച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം. തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കൂട്ടാൻ നല്ലോണം വറ്റിയിട്ടുണ്ട്.
ഉണ്ടാക്കാറ്. നല്ല വറ്റ് നല്ല ഇതായിട്ടുണ്ട്, എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്, ഒരു പച്ച വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ച്, ഇനി നമുക്ക് ബാക്കി മിച്ചമിരിക്കുന്ന കറിവേപ്പില, ഈ കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം കറി വറ്റിയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടുക. ആ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ മക്കളെ. പിന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാളൂ. ഇപ്പോൾ സബ്സ്ക്രൈബറും വ്യൂവേഴ്സൊക്കെ ഇത്തിരി കുറവാണ്. എന്നാലും നിങ്ങളത് എന്നോടൊപ്പം എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നമുക്ക് കറി ഇറക്കാം. കറി അടപ്പ് നല്ലോണം വറ്റിക്കഴിഞ്ഞ് നമുക്കിനി തീ ഓഫാക്കിയിട്ട് അടപ്പ്. ഞാൻ ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു അല്പം ചൂട് ചോറ് എടുത്തിട്ടുണ്ട്. ഈ ചൂട് ചോറിനകത്തോട്ട് ഞാൻ ഇത്ര കറി ഇട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോണേ. ഞാനിത് ഒരു കഷ്ണം മീനും ഒരു മാങ്ങ, ഞാനിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എല്ലാവരും നാവിൽ കൊതി കൂറുന്നു കറി കണ്ടിട്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു ചോറ് തിന്നാൻ പോണേണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഉപ്പും പുളിയൊക്കെ നല്ല എരിവും ഒക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കുന്നുണ്ട്, കൈയും കാലമൊക്കെ കാണിക്കുന്ന. വീഡിയോയിലോട്ട് വരാൻ പറഞ്ഞാൽ വരികയില്ല, പുള്ളിക്കാരൻ നാണമാണ്. അപ്പോൾ അതേ മാങ്ങയും ചൂട് ചോറും അയിലക്കറിയൊക്കെ കൂട്ടി നല്ലോണം ഒന്ന് തിരുമ്മി കഴിക്കണേ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്